സമസ്ത മേഖലയിലും സ്വകാര്യ പങ്കാളിത്തം തേടി ഇടത് സർക്കാരിന്റെ മൂന്നാം ബജറ്റ് മുടങ്ങിയ 6 DA കുടിശ്ശികയിൽ ഒന്നു മാത്രം നൽകിയാണ് കേരള ബജറ്റ് അവതരിപ്പിച്ചത്. റബ്ബറിന് താങ്ങുവില കൂട്ടിയത് വെറും 10 രൂപ മാത്രം. ഇന്ധന സെസ് പിൻവലിക്കാതെ വിദേശമദ്യം ലിറ്റർ 10 രൂപ കൂട്ടി. കേന്ദ്രവിഹിതം കുറയുന്നുവെന്ന പതിവ് പല്ലവി ആവർത്തിച്ച ബജറ്റിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാണ് ഏറെ സമയവും മാറ്റിവെച്ചത്. വികസനത്തിന് ചൈനീസ് മോഡൽ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ തന്റെ 4ാമത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇതിന് പരമാവധി സ്വകാര്യ പങ്കാളിത്തം തേടുകയാണ് ധനമന്ത്രി. വ്യവസായ ഹബ്ബ്, ടൂറിസം വികസനം, വിവിധ റവന്യൂ വികസനം എന്നിവയ്ക്കെല്ലാം സ്വകാര്യ പങ്കാളിത്തം തേടുകയാണ് പിണറായി സർക്കാർ. വിദ്യാഭ്യാസ രംഗത്തും ഒട്ടേറെ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നുണ്ട്. മുടങ്ങിയ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുമെന്ന് പറഞ്ഞതല്ലാതെ ഇതെന്ന് കിട്ടുമെന്നോ 1 രൂപ പോലും കൂട്ടുമെന്നോ മന്ത്രി പറഞ്ഞില്ല. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മുടങ്ങിയ 6 DA കുടിശ്ശികയിൽ ഒരെണ്ണം മാത്രം ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ നൽകുമെന്ന് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് എന്ന് വ്യക്തം. കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട 57,000 കോടി രൂപ വെട്ടിക്കുറച്ചതിനാൽ കടുത്ത പ്രയാസം നാം നേരിടുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമെങ്കിലും ലഭിച്ചാൽ നമ്മുടെ വലിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിലും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു DAR ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. റബ്ബറിന് താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് വാഗ്ദാനം നൽകിയ ഇടത് സർക്കാർ 3ാം വർഷം വർദ്ധിപ്പിച്ചത് വെറും 10 രൂപ മാത്രം. മാർക്കറ്റിൽ കിലോഗ്രാമിന് 170 രൂപയോളം ഉള്ളപ്പോഴാണ് 180 രൂപയാക്കി ഇത് മാറ്റുന്നത്. തകരില്ല കേരളം, തളരില്ല കേരളം, കേരളത്തെ തകർക്കാനാകില്ല എന്ന് പറഞ്ഞാണ് ബജറ്റ് അവതരണം മന്ത്രി ആരംഭിച്ചത്. വള്ളത്തോളിന്റെ കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം എന്ന കവിതയോടെയായിരുന്നു 2.5 മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. വിഴിഞ്ഞം പ്രത്യേക ഹബ്ബാക്കി മാറ്റുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. അടുത്ത 3 വർഷത്തിനകം 3 ലക്ഷം കോടിയുടെ വികസനം നടപ്പാക്കുമെന്നാണ് ബജറ്റിലെ മറ്റൊരു വാഗ്ദാനം. മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്ന വാഗ്ദാനവും ഇതിലുണ്ട്. കേരളയിലായി കേന്ദ്രവുമായുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുന്നു എന്ന് ധനമന്ത്രി പറയുന്നു. തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ഉടൻ ലഭിക്കും എന്നാണ് പ്രതീക്ഷ. വന്ദേ ഭാരത് വന്നതോടെ സിൽവർ ലൈനിൽ അടക്കം സർക്കാർ നിലപാട് എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്നും ബജറ്റ് അവതരണത്തിൽ മന്ത്രി പറഞ്ഞു. സ്വകാര്യവൽക്കരണത്തിന് പരമാവധി പ്രോത്സാഹനം നൽകുന്ന പുതിയ നയസമീപനമാണ് പുതിയ ബജറ്റിലൂടെ പിണറായി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. 57-ലെ കാലമല്ല ഇത് എന്നാണ് ധനമന്ത്രി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ജനം, തിരുവനന്തപുരം.